ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന സമവാക്യത്തിലെ കളികൾ ഈ സർക്കാരിന്റെ തുടർച്ചയ്ക്ക് ഒരുപക്ഷെ വഴി ഒരുക്കിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ സർവേ ഫലങ്ങൾ എടുക്കൂ. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഭരണം പൂർത്തിയാക്കിയ ഒരു സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമുണ്ടെങ്കിൽ നോക്കൂ, ഇന്നലത്തെ എല്ലാ സർവേയും എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ശരാശരി 75-76 സീറ്റ് വേണം ഭരിക്കാൻ. മാക്സിമത്തിൽ പോയാൽ 75ലേക്ക് എത്താൻ കഴിയുന്ന ശരാശരിയാണ് പൊതുവായി നമുക്ക് കാണാൻ കഴിയുക. അത്ര ഉണ്ടാക്കിയാൽ മതിയോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ ഒരു പ്രതിപക്ഷത്തിന് 3 മാസം കഴിഞ്ഞ് നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റ് കിട്ടിയാൽ മതിയോ? പോരാ. അപ്പൊ ജനം അവരുടെ കലിയെല്ലാം ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുത്തി അങ്ങ് തീർത്തു. അതിനുശേഷം വീണ്ടും അജണ്ട റീസെറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റിയെന്നല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 76-75 ശരാശരി. പിന്നെ ഇന്നലെ വന്ന സി വോട്ടറിന്റെ ഫലം പരിശോധിക്കുക. പലയിടത്തും നാരോ എഡ്ജിലാണ് UDF വിജയിക്കാൻ പോകുന്നത്. നേരിയ മുൻതൂക്കം പ്രവചിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെയെല്ലാം ഏത് നിലയ്ക്കുമുള്ള മാറ്റത്തിന്റെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. പിന്നെ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം എടുത്തു മാറ്റി വെച്ചിട്ട് ഓരോ വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അശാസ്ത്രീയ പ്രശ്നവും അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന ഒരു സംഗതി അതായത് 10 വർഷത്തിന് ശേഷവും സർക്കാരിനെതിരെ ഇത്ര വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് ഇത്ര വലിയ ഏകീകരണം ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടും 75ന്റെ പരിസരത്ത് മാത്രമേ സീറ്റ് ഒപ്പിക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ ടുഡേയ്സ് ചാണക്യ പോലെ ആക്യുറസിയുടെ കാര്യത്തിൽ പേരുകേട്ട ഒരു ഏജൻസി വന്നിട്ട് ഇവിടെ ഒരു തൂക്കുസഭയുടെ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തുടരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുക. UDFന് സമ്പൂർണ്ണമായും സന്തോഷിക്കാം. 4-ാം തീയതി നേരം പുലരുന്നതുവരെ ഒരു ആധിയുമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും എന്ന നില പോയിരിക്കുന്നു. ഇന്നലത്തെയും ഇന്നത്തെയും തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് നല്ല ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവരുടെ മുമ്പിലില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ സർവേ ഫലം പരിശോധിക്കുമ്പോൾ UDF തോറ്റുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഒരു നാരോ എഡ്ജിൽ ചെറിയ വ്യത്യാസത്തിൽ പിണറായി വിജയൻ വന്ന കാരണം എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ നമ്മൾ പറയുമല്ലോ, പിണറായി വിജയന്റെ പടം വലിയ തോതിൽ എക്സിബിറ്റ് ചെയ്തത് കൊണ്ട് പിണറായി വിരുദ്ധ വികാരം ആകമാനം പ്രവർത്തിച്ചു. അതുമാത്രമായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഘടകം, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു. അത് വലിയ തോതിലുള്ള വിക്ടറി ആർക്കുണ്ടാക്കി കൊടുക്കും? UDFനുണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവായി മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കാണുകയാണ്. പിണറായി വിജയന് 33% ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ അപ്പുറത്തെ എല്ലാവരുടെയും കൂടെ കൂട്ടിയാലും ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിക്കുന്നു വിചാരിച്ചെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കൂടി കാണുക. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം